ഹെയർ കെയറിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഹെയർ ഓയിലിംഗ്. നോർമലി ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നമ്മുടെ മുടിയിലെ കെട്ടുകളെല്ലാം നന്നായിട്ട് കളയണം. അതിന് കൈ കൊണ്ട് തന്നെ നമ്മൾ മുടിയിലെ കെട്ടുകൾ കളയാൻ ശ്രമിക്കണം. ഒരുപാട് ക്ഷമ വേണ്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ മുടിയിലെ ഓരോ കെട്ടുകൾ ഇതേപോലെ വേറിട്ട് എടുത്ത് ഉടക്കുകളെല്ലാം കളഞ്ഞെടുക്കണം. പലർക്കും ഈ ക്ഷമയില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊരു വലിക്കും. അപ്പോഴേക്കും ബാക്കിയുള്ള മുടിയെല്ലാം കൂടെ കൂടുതൽ കെട്ടുപിണഞ്ഞ് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടും. പലർക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരെ വരാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കാമെങ്കിൽ ഇതേപോലെ നമുക്ക് നമ്മുടെ മുടിയിലൂടെക്കെല്ലാം കളഞ്ഞെടുക്കാം. അതിനുശേഷം പല്ലകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ട് കോമ്പ് ചെയ്യണം. അപ്പോൾ ഈ താഴെ നിന്ന് മുകളിലേക്ക് വേണം കോമ്പ് ചെയ്യാൻ. അപ്പോൾ വീണ്ടും കെട്ടുപണിയുന്നത് ഒഴിവാക്കാൻ പറ്റും. സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തും ആ ചീപ്പിൻ്റെ ആ കോമ്പുകളെല്ലാം ടച്ച് ചെയ്ത് പോകത്തക്ക വിധത്തിൽ വേണം നമ്മൾ മുടി കോമ്പ് ചെയ്യാൻ. കാരണം ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മുടി ഇൻവേർഷൻ മെത്തേഡിലിട്ടും എല്ലാ വശവും ചീകി കൊടുക്കണം. കാരണം ഈ ഇൻവേർഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. കാരണം ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഹെയർ ഫോളിക്കിൾസൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് കൂടുതൽ ആകാൻ കൊണ്ട് സഹായിക്കുന്നതാണ്. അത് നമ്മൾ നോർമലി ഓയിലിംഗ് ചെയ്യുമ്പോഴും അതുപോലെ മുടി ഉണക്കിയെടുക്കുമ്പോഴും ഒക്കെ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കെട്ടുകളും പോയിട്ടുണ്ടാകും. ഇനി കൂടുതലുണ്ടെന്നൊന്ന് തോന്നുകയാണെങ്കിൽ പല്ലടുപ്പമുള്ള ചീപ്പ് ഉപയോഗിച്ച് വീണ്ടും ഒന്നുകൂടെ കോമ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ എൻ്റെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ട് ഈ ഒരു കോമ്പിങ് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് കിട്ടും. ഇതിന് ശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് സ്കാൽപ്പ് ജസ്റ്റ് ഒരു ചെറിയ മസാജ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നോർമലി ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ കുറച്ചൊരു 3-4 തുള്ളി എടുത്ത് നെറുകയിൽ അപ്ലൈ ചെയ്യും. പിന്നെ കുറച്ച് എണ്ണ ഒരല്പം മാത്രമേ എടുക്കാറുള്ളൂ. അത് ഞാൻ സ്കാൽപ്പിലെല്ലായിടത്തും ഈ ഫിംഗർ ടിപ്സ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് എടുക്കും. കാരണം കൂടുതൽ എണ്ണ, എനിക്ക് പൊതുവേ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എണ്ണ ആയാൽ മുഖത്തെല്ലാം ഇങ്ങനെ എണ്ണമയം കൂടുതലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നോർമലി ഞാൻ ഇത്രയുമേ എണ്ണ അപ്ലൈ ചെയ്യാറുള്ളൂ. മുടിയുടെ ആ ഫ്രഷ്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടാൻ മാത്രമുള്ള ഓയിലിങ്ങേ ചെയ്യാറുള്ളൂ. പിന്നെ കൈവെള്ളയിലും ഇതുപോലെ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മുടിയിലെല്ലാം വെറുതെ ഒന്ന് ഓടിച്ചു വിടും. അപ്പോൾ മുടി ഒരുപാടിങ്ങനെ പറന്നൊന്നും കിടക്കത്തില്ല. കാരണം എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചർ അനുസരിച്ച് എണ്ണമയം ഇല്ലെങ്കിൽ ഒരുപാടങ്ങ് ഫ്രിസി ആയി പോകുന്ന ഒരു ഹെയർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മുടിയിലും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേപോലെ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് ഇതൊക്കെ കൃത്യമായിട്ട് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് റെഗുലർ വീഡിയോകളൊക്കെ ഇടാൻ താമസം വരുന്നത്. മാത്രമല്ല നമ്മൾ എടുക്കുന്ന വീഡിയോകൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഫുൾ നോയ്സി ആയിരിക്കും. പിന്നെ വോയിസ് ഓവർ കൊടുക്കണമെങ്കിലും അതും പറ്റാറില്ല. കാരണം പകൽ സമയങ്ങളിലെല്ലാം മിക്കപ്പോഴും ഡോറാബുജി, മാഷ ഇങ്ങനെ അതും ഇതുമൊക്കെ ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് കോപ്പിറൈറ്റൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്തും വോയിസ് ഓവർ പറ്റാറില്ല. പിന്നെ രാത്രി കക്ഷി ഉറങ്ങുന്ന സമയത്ത് വേണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കാറില്ല. ഇങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ഡീപ്പ് ഓയിലിംഗ് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാറുണ്ട്. അതൊക്കെ പിന്നീട് സമയം പോലെ വീഡിയോകളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.